നമസ്കാരം. നമ്മളിപ്പം പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള ഗുരുവനം എന്ന് പറയുന്ന ഒരു വനപ്രദേശത്തേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നിത്യാനന്ദ ഭഗവാൻ ജനശ്രദ്ധയിൽപ്പെടാതെ ഏകാന്തമായി ഇരുന്ന് തപസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു മഹാസിദ്ധപുരുഷനും അവധൂതനുമൊക്കെ ആയിരുന്നു. കുറേ നാളുകൾക്ക് അദ്ദേഹം പരിവ്രാജകനായി ഹിമാലയ സാനുക്കളിലും ബർമ, സിലോൺ തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ധ്യാനത്തിൻ്റെ അനന്തതയിൽ മുഴുകിയിരുന്നൊരു പുണ്യസ്ഥലമാണ് ഈ ഗുരുവനം. നിത്യാനന്ദ ഭഗവാൻ ഇവിടെ ഇരുന്നാണ് അദ്ദേഹത്തിന് അഷ്ടസിദ്ധികളൊക്കെ കൈവന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹം 8 ശിവലിംഗ പ്രതിഷ്ഠകൾ ഇവിടെ വൃത്താകൃതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പവർഫുള്ളായിട്ടൊരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നവർക്ക് യോഗികളുടെയും സിദ്ധപുരുഷന്മാരുടെയൊക്കെ സാന്നിധ്യം തീർച്ചയായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ അരികിൽ, ഈ ക്ഷേത്രത്തിൻ്റെ അരികിൽ ഒരിക്കലും പറ്റാത്ത പാപനാശിനി ഗംഗ എന്നറിയപ്പെടുന്ന ഒരു നീരുറവ ഒരു കുളത്തിലേക്ക് സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ജലത്തിലൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ ശുദ്ധമാകും. അപ്പം സത്യാന്വേഷണികളായ സാധകന്മാർക്കൊക്കെ തീർച്ചയായും വന്ന് മെഡിറ്റേഷനൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഗുരുവനം എന്ന് പറയുന്നത്. അപ്പം സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് ഈ ഒരു പ്ലേസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.